ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ഉയർന്ന ലെവലിലാണ് ഇന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യുന്ന ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്തതിന് ശേഷം പലരും ലാഭം എടുത്ത് വെളിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻ കാരണം, പ്രോഫിറ്റ് ബുക്കിംഗ് കാരണം പ്രൈസ് നോർമലൈസേഷൻ സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടെ പറയാനുള്ള ആദ്യത്തെ കാര്യം. ഓക്കെ, അടുത്ത അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിൽ ഒരു അഫ്ഗാൻ പൗരൻ ഒരു വെടിവയ്പ് നടത്തിയെന്നും 2 നാഷണൽ ഗാർഡ്സ് സീരിയസ്ലി ഇഞ്ചേർഡ് ആണ് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഒരു ഇതുവരെ അതിനെ കുറിച്ച് വളരെ വലിയൊരു നെഗറ്റീവ് സ്റ്റോറി ആയിട്ടോ ഇല്ലെങ്കിൽ അതൊരു ന്യൂസ് ആയിട്ടോ കാര്യമായിട്ട് വന്നിട്ടില്ല ഇതുവരെ. മോസ്റ്റ്ലി ഇതിങ്ങനെ സബ്സൈഡ് ചെയ്ത് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. പക്ഷെ ഇതുപോലുള്ള പലതും ഭീകരാക്രമണങ്ങളായിട്ട് മാറുകയും അതിനൊരു ചെയിൻ ഓഫ് റിയാക്ഷൻ വരാറും ഉണ്ട്. സോ അങ്ങനെ ഒരു കോഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് സി. ഇതുവരെ വേറെ പ്രശ്നങ്ങളില്ല. പിന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഹൈ എന്ന് പറയുന്നത് 26,300 മേളിലാണ് എന്നുള്ളത് ആദ്യമേ പറയട്ടെ. അപ്പോൾ പ്രീവിയസ്ലി അതൊരു 26,280 റേഞ്ചിലായിരുന്നു. അത് വളരെ മുന്നേ ആയിരുന്നു, വളരെ പഴയ ഒരു ഡേറ്റയാണ്. ഓക്കെ, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോകാൻ നോക്കാം. ഓക്കെ, ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലത്തെ ഡേറ്റ. ഓൾമോസ്റ്റ് 276 ആയിരുന്നു. ഇന്ന് അത് 310 മേളിലേക്ക് വന്നിട്ടുണ്ട്, 310 മേളിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മാർക്കറ്റിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിരുന്ന ക്യാപിറ്റലിൽ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ടുള്ള ഗെയിൻസ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ പല സ്റ്റോക്സിലും ഇന്നലെ റിലയൻസിൽ, ഇൻഫോസിസിൽ 1,500 സംതിങ്ങിൽ 1,520 റേഞ്ചിലൊക്കെ നിൽക്കുമ്പോൾ വീണ്ടും പറഞ്ഞിരുന്നു, നമ്മൾ നേരത്തെ എടുത്ത സ്റ്റോക്സ് 1,330 റിലയൻസ് മേടിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പേഴ്സണലി ഇപ്പോൾ ഇല്ല. ഞാൻ 1,004 സംതിങ് എത്തിയപ്പോഴേക്കും ഞാനത് സ്ക്വയർ ഓഫ് ചെയ്തു. എൻ്റെ ഒരു നെഫ്യൂ ഉണ്ട്. പുള്ളിക്കാരൻ വളരെ ചെറിയ പ്രായത്തിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു 2-3 months ബാക്ക് റിലയൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഞാൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്ത 1-2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, ഏറ്റവും നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഇന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ബാക്കിയുള്ള ഒരു സ്പെൻഡിങ് കൾച്ചർ ഉണ്ടാക്കുന്ന കാലത്ത് പുള്ളിക്കാരൻ്റെ പോർട്ട്ഫോളിയോ ഓൾമോസ്റ്റ് ഒരു 20% അറൗണ്ട്, കാരണം റിലയൻസ് 1,300 റേഞ്ച് 1,330 റേഞ്ചിലായിരിക്കും ബൈ ചെയ്തിരിക്കാനുള്ള സാധ്യത. എനിക്ക് ക്ലിയർ ആയിട്ട് നമ്പേഴ്സ് ഓർമ്മയില്ല. ഒരു നമ്മുടെ ഇതിന് മുന്നേ, ദീപാവലിക്ക് മുന്നേ മഹേന്ദ്ര മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ നല്ല പ്രോഫിറ്റിൽ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. സോ കാശ് ഇൻവെസ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ക്യാഷ് ഗ്രോ ചെയ്യുക എന്നുള്ളത് ഏത് ഏജ് എന്നുള്ളതില്ല. എങ്ങനെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു, നമ്മളെങ്ങനെ പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു, അതിനെങ്ങനെ ബെറ്റർ ആക്കാൻ ഉള്ള വഴികൾ തേടുന്ന ഒരു മനുഷ്യന് മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ എനിക്കവിടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഏജ് എന്താണെന്നും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, മണിയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് സ്വയം വിലയിരുത്തുക. മാറ്റങ്ങൾ മാറാം. തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിൽ ആലോചിച്ചിട്ട് കാര്യമില്ല, അതിൽ നിന്നൊരു മാറ്റത്തിനെ കുറിച്ച് ചിന്തിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ്. സോ മാറാൻ പറ്റും, ക്യാഷ് ഗ്രോ ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കുക. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്സും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ICICI ബാങ്ക് ഇരിപ്പുണ്ട്, ഐ തിങ്ക് ആക്സിസ് ബാങ്ക് ഇരിപ്പുണ്ട്, HDFC ബാങ്ക് കയ്യിലിരിപ്പുണ്ട്, റിലയൻസ് കയ്യിലിരിപ്പുണ്ട്, ഇൻഫോസിസ് ഇല്ല, TCS ഉണ്ട്. സോ ഇങ്ങനെ കുറേ സ്റ്റോക്സ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് അല്ലേ. അപ്പോൾ ഓരോ സ്റ്റോക്കും 1%, 0.5% വെച്ച് ഇങ്ങനെ ഡെയിലി കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ചില കഴിഞ്ഞ മുന്നത്തെ
സ്വിംഗ് സ്റ്റോക്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 10%, 15% ഒക്കെ കയറിയ സ്റ്റോക്സ് ഉണ്ട്, 20% കയറിയ സ്റ്റോക്സും ഉണ്ട്, 2 ദിവസം കൊണ്ട് 40% കയറിയ ഓറിയന്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. ഇപ്രാവശ്യം അങ്ങനെയല്ല മൂവ് ചെയ്യുന്നത്, 1% വെച്ച് മൂവ് ചെയ്യുന്നുണ്ട്. സോ വളരെ പതുക്കെ ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് വരുന്നു, അതിന്റെ അസറ്റ് ബിൽഡ് ചെയ്ത് വരുന്നു, പെർസെൻറ്റേജ് ഓഫ് ROC, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ പതുക്കെ ബിൽഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഇത് സേഫർ മാർക്കറ്റാണ്. മാർക്കറ്റിൽ എൻജോയ് ദിസ് ബിക്കോസ് സേഫ് ആയിട്ട് മാർക്കറ്റ് പതുക്കെ മേളിലേക്ക് കയറുന്നു. വീഴുമ്പോഴും വളരെ വളരെ നോർമലി പതുക്കെ കറക്ഷൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് നിങ്ങൾക്ക് വളരെ ഫേവറബിൾ കണ്ടീഷനാണ്. ഒരു ബിഗിനറിന് പറ്റിയ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത്. സോ അത് ഒരുപാട് കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് നമ്മൾ വളരെ സഫർ ചെയ്യുന്ന ഒരു മാർക്കറ്റായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം. സോ ഐ എം പേഴ്സണലി എൻജോയിങ് ദിസ് മാർക്കറ്റ് ബിക്കോസ് ആ ഒരു കാംനെസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റിന് ഒരു ട്രെൻഡ് ഉണ്ട്, അത് അപ് ട്രെൻഡ് ആണെന്നുള്ളത്. ഗ്രൂപ്പിനകത്ത് ഞാൻ അത് മാത്രമേ ഷെയർ ചെയ്യാറുള്ളൂ. അത് അത്യാവശ്യം കുറേ പേർക്ക് നല്ല ഗെയിൻസ് നേടിക്കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീണ്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ആ അപ് ട്രെൻഡിന്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഓരോ പർപ്പിൾ ബോക്സും അതിൻ്റെ റെസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ഏരിയാസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വളരെ വലിയൊരു സപ്പോർട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നേ ബൗൺസ് ചെയ്തതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഇത് ബൗൺസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു പർപ്പിൾ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ സോണാണ്. ഈ സോണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺടെറിട്ടോറിയൽ ചാർട്ട് ഏരിയ ആണ്, അത് എങ്ങോട്ട് വേണമെങ്കിലും പോകാം എന്നുള്ളതാണ്. സോ അത് നമ്മുടെ ഫ്രണ്ടിലേക്ക് പിന്നെ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഇത് കണ്ടാൽ പോലും ഇതൊരു ഫ്ലാഗ് പാറ്റേണിനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ലിറ്ററലി മാർക്കറ്റ്, ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിന് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു പോളായിട്ടും ഇതൊരു ഫ്ലാഗ് ആയിട്ടും വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് ഇനി ഒരു മുന്നേറ്റം വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻസ് നമ്മളായിട്ടിപ്പോൾ പല സ്റ്റോക്സും ഉണ്ടല്ലേ. SBI ഒക്കെ ഓൾമോസ്റ്റ് 1000 ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ചെറിയൊരു ശതമാനം താഴേക്ക് വന്നിട്ടുണ്ട്. ഇത് തിരിച്ച് വീണ്ടും വരാം. പല സ്റ്റോക്കുകളും ഈ തിരിച്ച് വീണ്ടും വന്ന് മാർക്കറ്റിനെ മേളിലേക്ക് കയറി കൊണ്ടുപോകാനുള്ള സാധ്യത ഇനിയും കിടപ്പുണ്ട്. IT സെക്ടർ ഇപ്പോഴും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നിട്ടില്ല. ബാങ്കിങ് സെക്ടറാണ് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ളത്. സോ ബാങ്കിങ് സെക്ടർ അത്യാവശ്യം ഒരു 8-10% മൂവ് ചെയ്തിട്ടുണ്ട്. SBI ഒക്കെ അന്ന് എടുത്തു വെച്ചിരുന്നത് ഓൾമോസ്റ്റ് 8-9% ഗെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിലൊരു മൊമെന്റ് കണ്ടിന്യൂഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഇതൊരു റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് ഒരു സൈൻ വേവിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. സോ ഈ സൈൻ വേവ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇതിന്റെ ഹൈയും ഇതിന്റെ ലോയും ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും തൊട്ടടുത്തുള്ള ലെവൽസ് നോക്കുക. 350 ഉണ്ട്, 100 ഉണ്ട്. സോ അതുവരെ നിങ്ങൾ അതിനകത്ത് കാര്യമായിട്ടുള്ള ഹൈ മൊമെന്റം ട്രേഡ് ചെയ്യരുത്. ഇതിനുള്ളിൽ ചെറിയ ട്രേഡ്സ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാന്നുള്ളതാണ്. സോ ഈ ഒരു കോൺസെപ്റ്റിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്രൂഡ് ഓയിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ലൊരു മൊമെന്റ് ഇന്നലത്തെ ദിവസം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് ഇന്നലെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു ഈ മുകളിലേക്കുള്ള ഒരു ട്രേഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴേക്ക് വീഴുന്ന ഒരു ചെറിയൊരു ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേളിലേക്ക് പോകുന്ന ഒരു ട്രേഡിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 3 ട്രേഡ്സിൽ 2 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത P&L ഗ്രൂപ്പിനകത്ത് പലരും ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. 3 ഇട്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ വളരെ നല്ലൊരു ഡേറ്റ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ക്രൂഡ് ഓയിലിന് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തത് കാരണം ഇനി 88 മേളിൽ ഇനി അടുത്ത മേളിലേക്ക് ലെവൽസ് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, നാച്ചുറൽ ഗ്യാസും സെയിം 410-412 മേളിൽ കയറിയാൽ അതിനൊരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 416 മേളിൽ കയറി കഴിഞ്ഞാലൊക്കെ ഇത് അടുത്തൊരു പൊട്ടൻഷ്യൽ മൂവിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. സോ ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ആണ്. 1, 2 ഇവിടെ ഒരു ഷോൾഡർ ഉണ്ട്. സോ ഇത് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിനകത്ത് രാത്രി 10 മണിയോളമൊക്കെ അത് പോകാറുണ്ട് അതിൻ്റെ അനാലിസിസ്. മാക്സിമം അതൊരു 6-7 മണിക്ക് ഉള്ളിൽ ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ടാവും. ബിക്കോസ് പേഴ്സണൽ സ്പേസും അവിടെ ആവശ്യമുണ്ട്. രാവിലെ 7-8 മണിക്ക് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ വൈകുന്നേരം 7 മണിയാവും എങ്കിലും അത് അവിടെ കൺക്ലൂഡ് ചെയ്യണം എന്നുണ്ട്. സോ നിങ്ങളുടെ ഡൗട്ട്സ് മാക്സിമം ആ ഒരു ടൈമിനുള്ളിൽ ചോദിക്കുക. അതിൻ്റെ മാക്സിമം റിപ്ലൈസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും.
ഒരു സംഭവം എന്ന് പറയുന്നത് അദാനി എന്റർപ്രൈസസ് നമ്മുടെ ഇതിലേക്ക് ഡിഫൻസ് സെക്ടറിലേക്ക് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് വരുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ഉണ്ട്, എന്നാൽ പോലും അവർ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അദാനി എന്റർപ്രൈസസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് വെക്കുക. അദാനിയോട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടേഴ്സ്, ഒന്ന് രണ്ട് സെക്ടേഴ്സ് സ്റ്റീലുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാച്ച് ചെയ്ത് വെക്കുക. സ്റ്റീൽ സെക്ടേഴ്സിനകത്തും നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ടാറ്റ സ്റ്റീൽ ഇരിപ്പുണ്ട്, പേഴ്സണലി എൻ്റെ കയ്യിൽ ഹിൻഡാൽക്കോ ഇരിപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സെക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കുറച്ച് വലിയൊരു വീഡിയോ ആണ്, എന്നാൽ പോലും നേരത്തെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാല്യൂ കിട്ടി എന്നും വിശ്വസിക്കുന്നു. ട്രേഡ് സേഫ്, ഒരു പൊസിഷൻ മാക്സിമം ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇന്ന് വന്ന ന്യൂസ് ഒന്നും അത്ര ആ ഒരു ന്യൂസിൽ എന്താണ് അടുത്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. സോ BTST എടുത്ത് വെക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം മാർക്കറ്റ് അതിന്റെ ടോപ്പിൽ പോയി നിൽക്കുകയാണ്. സോ മാർക്കറ്റ് ഇനി ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോയേക്കാം. സോ അതുകൊണ്ട് BTST എടുക്കുന്ന ഒരാൾക്ക് ഗെയിൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. സോ അതിനെ നോക്കണ്ട. മാർക്കറ്റ് അടുത്ത ദിവസം തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പൊസിഷൻ തിങ്കളാഴ്ച രാവിലെ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കൂടെ പറയട്ടെ. ചിലർ പെട്ടെന്ന് അഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന കാണാറുണ്ട്. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അന്നത്തെ ദിവസം ഒഴിവാക്കി വീക്കെൻഡിനെ ആസ്വദിക്കുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടേക്ക് കെയർ. Bye.